മെട്രാ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ആത്മാവിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്ലെയിം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കും. നിങ്ങൾ ആത്മാവിൽ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് എൻ്റെ ഭൗതിക മണ്ഡലത്തിലേക്ക് ഞാൻ ക്ലെയിം ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആ റലത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഹൈ പ്ലേസസിലാണ്, ഉയരത്തിലാണെന്ന് പറഞ്ഞു. ഈ ഉയരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ പിശാച് തടസ്സം കൊണ്ടുവരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ദൈവം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. യെശയ്യാവ് 53:5 അവൻ്റെ അടിപ്പിണുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം, നമുക്ക് വരുന്നൊരു കാര്യം കണ്ടിന്യൂസ് ടെൻസിലാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 2:24 യു ആർ ഹീൽഡ്, നമുക്ക് സൗഖ്യമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പാസ്റ്റ് ടെൻസിലാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഓവർ, അത് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഹീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമോഷണലാണ്, നമ്മുടെ ഫിസിക്കലായിട്ട്, നമ്മുടെ റിലേഷണലായിട്ട്, ഫൈനാൻഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ലിമിറ്റ് ഇല്ലാതെ ദൈവം നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഹീലിംഗ് ഈസ് ഓൺലി ദ ഗിഫ്റ്റ്. അതൊരു ദാനമാണ്, അല്ലെങ്കിൽ അതൊരു സ്പിരിച്വൽ ഗിഫ്റ്റ് ആണ്. നമ്മൾ സ്പിരിച്വൽ ഗിഫ്റ്റ് കാണുന്നതെല്ലാം തന്നെ പ്ലൂറലായിട്ടാണ്, മോർ ദാൻ വൺ ഗിഫ്റ്റ്. എന്നാൽ ഈ ഹീലിംഗ് ഗിഫ്റ്റിന് ഒരു ലിമിറ്റില്ല. 1 Corinthians 12 അതിനെക്കുറിച്ച് പറയുന്നത്, പല ഗിഫ്റ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി, ഗിഫ്റ്റ് ഓഫ് വർക്കിംഗ് ഔട്ട് ഓഫ് മിറക്കിൾ, പ്രവചനവരം, ഭാഷാവരം, അതുപോലെ വിശ്വാസം, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, അതുപോലെ വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഹീലിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾക്കത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് 1 Corinthians 12 ഗിഫ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ, ഈ ഗിഫ്റ്റ് ഈ ഹീലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. ഹീലിംഗ് മിനിസ്ട്രി ഈസ് ബിഗർ ദാൻ വാട്ട് വി ആക്ച്വലി തിങ്ക്. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിനേക്കാളും വലുതാണ് ഈ സൗഖ്യദായക ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹീലിങ്ങിനെ, ഈ സൗഖ്യദായക ശുശ്രൂഷയെ നമ്മൾ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പരിമിതപ്പെടുത്തരുത്. ഞാൻ ആ വാക്കുകൾ തന്നെ പരിമിതപ്പെടുത്തരുത്. ഈ ഹീലിംഗ്, സൗഖ്യം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുണ്ട്, ശാരീരികമായിട്ടുള്ളതുണ്ട്, ബന്ധങ്ങളുമായിട്ടുള്ള ഹീലിംഗ് ഉണ്ട്, ഫൈനാൻഷ്യലായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഹീലിംഗ് ഉണ്ട്. നിങ്ങൾ വി ആർ ഹീൽഡ് എന്ന് പറയുമ്പോഴേ, ഹലോ, നിങ്ങൾക്ക് ശരീരത്തിനുള്ളൊരു ഹീലിംഗ് മാത്രമല്ല. വീണ്ടും ഞാൻ പറയാണ്, കർത്താവിൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിനൊരു സൗഖ്യം വന്നു എന്ന് മാത്രമല്ല. അതാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പലപ്പോഴും. നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ, നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തിലെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലകളിലെല്ലാം തന്നെ ദർ ഇസ് എ ഹീലിംഗ്. അതാണ് ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പോരെ. ഒരു ഗിഫ്റ്റ് അല്ലത്, ഒരുപാട് ഗിഫ്റ്റ് അതിനകത്ത് ഉണ്ട്. അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ദൈവത്തോട് നാം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ്, അല്ലേ? അതാടെ കുഴപ്പമാണ്. ദൈവം എല്ലാ ഹെവൻലി പ്ലേസസിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കുക. അറിവില്ലായ്മ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ പിശാച് നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി. ഇന്ന് നിങ്ങൾക്ക് ഈ വെളിപ്പാട് നിങ്ങളുടെ അകം കണ്ണുകൾ കിട്ടുമ്പോഴേ അതൊന്ന് പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പിശാചിനെ ഞാൻ കെട്ടുകയാണ്. ഓൾ ആരോസ് ത്രോയിങ് ടു, നിങ്ങളുടെ ദേഹത്തേക്ക് എറിയുന്ന എല്ലാ അമ്പുകളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തടയുകയാണ്. ഐ ബൈൻഡ് ഓൾ ദ ഈവിൾ അറ്റാക്ക്. എല്ലാ രീതിയിലുള്ള പൈശാചി അറ്റാക്കുകളും
എന്താണ്? സത്യമറിയാതെ നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പൈശാചിക എല്ലാ അറ്റാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനന്ന് ഫ്രീ ആക്കുകയാണ്. യെസ്, ദ ട്രൂത്ത് സെറ്റ് യു ഫ്രീ. സത്യം ഒരിക്കലും സ്വതന്ത്രരാക്കത്തില്ല. നമ്മളെപ്പോഴും പറയും സത്യം സ്വതന്ത്രരാക്കും. അല്ല, ദ ട്രൂത്ത് യു നോ, സത്യം നീ അറിഞ്ഞാലാണ് നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുക. സത്യം നിങ്ങൾ അറിയുന്നു എന്നുള്ളൊരു എക്സ്പ്രഷൻ, അത് പ്രതികരണമായി മാറണം. സത്യം, ഏത് സത്യമാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? സത്യം നിങ്ങൾ അറിയുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു പ്രതികരണമായി മാറുക. ഈ സത്യം, ഹീലിങ്ങിനെ കുറിച്ചുള്ള സത്യം, ആ സത്യത്തിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹീലിങ്ങിനകത്ത് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലൊരു എക്സ്പ്രഷനായി മാറണം. വി വെയർ ഹീൽഡ്. നമ്മളത് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയതാണ്. വി വെയർ ഹീൽഡ്. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല ദൈവം നമ്മളെ സൗഖ്യമാക്കുമെന്ന്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി സൗഖ്യമായതാണ്. അപ്പോഴേ പാസ്റ്ററെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ്? യെസ്, നിങ്ങളത് ക്ലെയിം ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു എന്തിനോ ഒരു ഫീസ് അടച്ചു, ഒരു 5000 രൂപ ഒരു ഫീസ് അടച്ചു എന്നിരിക്കട്ടെ. എന്നാൽ ആ ഫീസിന് ശരിക്കുമുള്ള ഫീസ് 3500 രൂപയുള്ളായിരുന്നു. 3500 രൂപയുള്ള ബാക്കി 1500 രൂപയുടെ കിടപ്പുണ്ട്. 1500 രൂപ അവരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത്. ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒരു കോളേജിനോ അയച്ച പൈസയാണ്. അത് അവരുടെ അക്കൗണ്ടിൽ കിടക്കുക. അത് ഞാനത് ക്ലെയിം ചെയ്യുമ്പോഴേ അതെനിക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഓൾറെഡി അത് എൻ്റെ പൈസയാണ്. പക്ഷെ അത് കിടക്കുന്ന എവിടാ? ഹലോ, അത് കിടക്കുന്ന ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ആ കോളേജിൻ്റെയോ അക്കൗണ്ടിലാണ്. അത് ഞാൻ ക്ലെയിം ചെയ്യണം. ഞാനൊരു ലെറ്റർ എഴുതണം. ഞാൻ 5000 രൂപ ഇത്രാം തീയതി ഡേറ്റിൽ ഇന്ന ചെക്ക് പ്രകാരം നിങ്ങൾക്ക് അയച്ചു. എന്നാൽ നിങ്ങളുടെ റെസിപ്റ്റ് പ്രകാരം ഞങ്ങൾക്ക് 3500 രൂപയെ ആപ്ലിക്കേഷൻ ഫീ ആയുള്ളൂ. ബാക്കി 1500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. അത് ദയവായിട്ട് എനിക്ക് ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് DD ആയിട്ട് അയച്ച് തരികയോ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങളുടേതാണ് കിടക്കുന്നത്. നിങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടത്, അത് ക്ലെയിം ചെയ്യാനായിട്ട്. സോ നമ്മൾ പറയണം, വി വെയർ ഹീൽഡ്, ഞങ്ങൾ സൗഖ്യമായിരിക്കുന്നു. എഫേസ്യർ 1:3 പറഞ്ഞു, വി വെയർ ബ്ലെസ്ഡ്, ഞങ്ങളെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നിറച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 2:10 പറയുന്ന ഇതാണ്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. സ്പിരിറ്റ് റിവീൽഡ് ഓൾ തിങ്സ്, എവറിത്തിങ് ഇൻ ദ പാസ്റ്റ്, വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? ഈ ആത്മാവ് എല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും എന്താ ചെയ്യുന്നത്? ഗീവ് മീ ഡയമെൻഷനിലാണ്. തരൂ 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 തരൂ, കർത്താവെ എനിക്ക് തരണം, എനിക്ക് തരണം തരണം, ഈ ഒരു ഡയമെൻഷനിലാണ് ഇരിക്കുന്നത്. അല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എവറിത്തിങ് ഓൾറെഡി ഗിവൺ. അത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ, നമ്മളൊരു പ്രതികരണമായിട്ടത് മാറണം. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം യേശുവിൽ കൂടി എല്ലാം ദൈവം നമുക്ക് തന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായി എന്നാണ് പറഞ്ഞത്. ജീസസ് നെവർ സെഡ് ഐ ആം ഫിനിഷ്ഡ്. ഞാൻ തീർന്നെന്ന് യേശു പറഞ്ഞില്ല കേട്ടോ. ഞാൻ തീർന്നെന്നൊന്നുമല്ല യേശു പറഞ്ഞത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വാട്ട് ഈസ് ദ ഇറ്റ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്നെ അയച്ചിരിക്കുന്ന പർപ്പസ് മുഴുവൻ, ഹല്ലേലൂയ, എന്നെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന പർപ്പസ് മുഴുവൻ, അതെല്ലാം തീർന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കല്യാണം റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കണം. ഡോണ്ട് മിസ് ഇറ്റ്. ഡോണ്ട് മിസ് ദ റെവലേഷൻ. ആ ദിവസമല്ല നിങ്ങളുടെ കല്യാണം നടന്നത്, കല്യാണം റിസീവ് ചെയ്യുന്നത്. ആ ദിവസത്തെക്കുറിച്ചൊരു വെളിച്ചം നിങ്ങൾക്ക് വന്ന് നിങ്ങൾ റിസീവ് ചെയ്യണം. നിങ്ങളുടെ ആ മാരേജ് ഓൾറെഡി അത് നിങ്ങൾ റിസീവ് ചെയ്തിരുന്നു, എന്നാൽ ഇപ്പോൾ അത് മനസ്സിലായി. കാരണം അനുഗ്രഹങ്ങളൊക്കെ പാസ്റ്റാണ്. വെൻ ഐ സേ ടു റിസീവ് യുവർ കാർ, നിങ്ങളുടെ കാറ്
റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാണത് റിസീവ് ചെയ്യുന്നത്. എന്നാൽ അത് നേരത്തെ ഓൾറെഡി അത് റിസീവ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഡേ ലൈറ്റിലാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഐ കാൻ സീ ഇറ്റ് ബട്ട് ദ എവിഡൻസ് ഈസ് ദെയർ. എനിക്ക് കാണാൻ വയ്യ, എന്നാൽ അതിന് തെളിവുണ്ട് അവിടെ. ഐ ഡോണ്ട് ഹാവ് ദ സബ്സ്റ്റൻസ് ഓർ ദ ഫിസിക്കൽ തിങ്. ആ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല, ആ സബ്സ്റ്റൻസ് എൻ്റെ കയ്യിലില്ല, ആ ഭൗതിക കാര്യം ഇല്ല, എന്നാൽ അതിൻ്റെ എവിഡൻസ് ഉണ്ട്, അതിൻ്റെ തെളിവുണ്ട്. അതെന്താണ്? യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി വലിയൊരു എക്സ്ചേഞ്ച് നടത്തി. അവൻ നമ്മുടെ ശാപങ്ങളെ ഏറ്റെടുത്തു. അവൻ നമുക്ക് അനുഗ്രഹം തന്നു. ഹി ടുക്ക് അവർ സോറോസ്. നമ്മുടെ കുറവുകൾ, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ഏറ്റെടുത്ത് നമുക്ക് സന്തോഷം തന്നു. ഹി ടുക്ക് അവർ സിൻസ്. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. അവൻ എനിക്ക് നീതി തന്നു. ഹി ടുക്ക് അവർ പോവർട്ടി. നമ്മുടെ ദാരിദ്ര്യം ഏറ്റെടുത്തു. അവൻ്റെ സമ്പത്ത് നമുക്ക് തന്നു. അത് വലിയൊരു എക്സ്ചേഞ്ചാണ് നമ്മുടെ ജീവിതത്തിലെ. നമ്മുടെ വീക്ക്നെസ്സസ്, നമ്മുടെ തളർച്ചകൾ അവൻ ഏറ്റെടുത്ത് നമുക്ക് ശക്തി തന്നു. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ, നത്തിങ് ടു ഡു നൗ. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ദെൻ വൈ യു ആർ സ്ട്രഗ്ലിങ്? നീ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ഇഗ്നറൻറ്റ്. നിനക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം പാസ്റ്റ് ആണെങ്കിൽ ഈ വാർഫെയർ, ഇത് അക്വയർ ചെയ്യുന്ന വാർഫെയർ അല്ലേ, ഇത് കറൻറ്റിലാണ്, ഇപ്പോഴുള്ളതാണ്. ഈ യുദ്ധം, ഈ സ്ട്രഗിള് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ടൈം ഫാക്ടറിൽ, ഈ ക്രോണോസ് ടൈമിലാണ് നമ്മൾ ഇത് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ദൈവം എല്ലാം ഭാവിയിൽ നമുക്ക് തന്നു. എന്നാൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ഒരു ബ്ലെസ്സിങ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. എല്ലാം ദൈവം പാസ്റ്റിൽ തന്നു. എന്നാൽ ശത്രു നമ്മളോട് ഇടപെടുന്നത് ഇപ്പോഴാണ്. ശത്രു നമ്മളോട് ഇടപെടുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. എഫേസ്യർ 6-12 വാക്യത്തിൽ പറയുന്ന പോരാട്ടം, ദ റെസിൽ നോട്ട് അഗൻസ്റ്റ്. അത് റെസിൽഡ് അല്ല, കഴിഞ്ഞു പോയതല്ല. സോ ദ വാർഫെയർ ഈസ് കറൻറ്റ്. ഇപ്പോഴാണ് യുദ്ധം. സോ ഐ ഹാവ് ടു ഡീൽ വിത്ത് ദ എനിമി. ഈ ശത്രുവിനെ നേരിടേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ശത്രുവിനെ നേരിടണം. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇത് എൻ്റെ ഉള്ളിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ശത്രു സമ്മതിക്കുന്നില്ല. ഈ സ്ട്രഗിളിൻ്റെ ഉത്തരം അതിനായി ശത്രുവിനോട് യുദ്ധം ചെയ്യുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന ഒന്നും ഞാൻ നോക്കുന്നില്ല, യേശു ചെയ്തതാണ് ഞാൻ നോക്കുന്നത്. ജീസസ് മെയ്ഡ് എ ഗ്രേറ്റ് എക്സ്ചേഞ്ച്. ദൈവം നേരത്തെ ഒരു എക്സ്ചേഞ്ച് എനിക്ക് തന്നു. സോ അവൻ നമ്മളെ വി ആർ മോർ ദാൻ കോൺഗ്രസ്, നമ്മളെ ജയാളിയാക്കി വെച്ചിരിക്കുകയാണ്. വി ആർ ദ ചാമ്പ്യൻ ഫോർ ലൈഫ്. ചാമ്പ്യൻസ് മീൻസ് കോൺകറർ. ഞാൻ അതുകൊണ്ട് ജയത്തിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഡെലിവറൻസ് വരുന്നത്. ഞാനത് പറഞ്ഞ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മൾ യുദ്ധം ചെയ്യേണ്ട യുദ്ധമെല്ലാം യേശു ചെയ്തു, നമ്മളെ ജയാളിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പാസ്റ്റിലെ ദൈവം ചെയ്ത് തീർത്തിരിക്കുകയാണ്. എന്നാൽ അത് ഇങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കാൻ പിശാച് തടസ്സം വെച്ചിരിക്കുകയാണ്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ലോകത്തിലെ ദുഷ്ടാത്മസേന, സ്വർലോകത്തിലെ അന്ധകാര ശക്തിയും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ യുദ്ധം ചെയ്യാനായിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കും. കാര്യം എന്താണ്? ഓൾറെഡി അവനെ തോൽപ്പിച്ചതാണ് യേശു. നമ്മൾ ജയാളിയാണ്. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, യേശു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് വി ഹാവ് ടു ആക്ടിവേറ്റ് ഗോഡ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്. വി ഹാവ് ടു സെൻസ് ഇറ്റ്. നമ്മളത് സെൻസ് ചെയ്ത്, നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത്, നമുക്ക് വേണ്ടി ദൂതന്മാരിറങ്ങി യുദ്ധം ചെയ്ത് ഇത് നമ്മൾക്ക് അനുഭവവേദ്യമാക്കി തരുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ. ഈ അവസ്ഥയിലേക്ക് നിങ്ങളും ഞാനും വരണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്.
ജയത്തിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്, തോൽവിയിൽ നിന്നല്ല. കാര്യം 100% ഷുവറാണ് നമ്മൾ ജയിക്കുമെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ തോൽക്കുന്നത്? ഈ ഒരു കോൺഫിഡൻസ് ലെവല് നിങ്ങളിലേക്ക് വരണം. ക്ലെയിം വാട്ട് ഈസ് ദെയർ ഇൻ ദ സ്പിരിറ്റ്. അതായിരുന്നു എൻ്റെ ഹെഡിങ് കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട്. നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുക. നിങ്ങളുടെ ആത്മാവിൽ ദൈവം ഇട്ടത് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം. നിങ്ങൾ യുദ്ധം ചെയ്തെടുക്കണം. നമ്മൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു, ദ റെലം ഓഫ് സ്പിരിറ്റിലെ ഇങ്ങോട്ട് വരാനായിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുക. നമുക്കറിയാവുന്ന എക്സാമ്പിളാണ് ഞാൻ വീണ്ടും പല പ്രാവശ്യം വീണ്ടും ഒന്നും കൂടെ പറയാം. ഡാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം. ഡാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവം ഉത്തരം കൊടുത്തു. ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ജയാളിയാണ് പ്രാർത്ഥിക്കുക. അപ്പം തന്നെ ദൈവം ഉത്തരം തന്നു. ഉത്തരം തന്നു കഴിഞ്ഞാൽ ദ റെലം ഓഫ് സ്പിരിറ്റിലേക്ക് ആ സാധനം വന്നു. അതിൽ നിന്ന് ആ റെലം ഓഫ് സ്പിരിറ്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ പ്രിൻസിപ്പാലിറ്റി കയറി തടയുകയാണ്. ഉടൻ തന്നെ ആർക്കേഞ്ചൽ വന്നു. എവിടുന്നാ വന്നേ? ദ റെലം ഓഫ് സെലസ്റ്റിയൽ, ദൂതന്മാരുടെ റെലത്തിൽ നിന്ന് വന്നിട്ട് തൽക്കാലം ആ പ്രിൻസിപ്പാലിറ്റിയായിട്ട് യുദ്ധം ചെയ്ത് ഗബ്രിയേലിനെ വിട്ടു. യെസ്, അതിഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. ദ റെലം ഓഫ് മെൻ. ഈ റെലം ഓഫ് സെലസ്റ്റിയൽ റെലത്തിൽ നിൽക്കുന്ന, ശ്രദ്ധിക്കണം പറയുന്നത്, സെലസ്റ്റിയൽ റെലത്തിൽ നിൽക്കുന്ന ദൂതന്മാരാണ് ദ സ്പിരിച്വൽ റെലം, ദ റെലം ഓഫ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെതും ദൈവത്തിൻ്റെതുമായിട്ടുള്ള റെലത്തെ. ഈ ദൈവത്തിൻ്റെ ഈ ദൂതന്മാരുടെ റെലത്തിൽ നിന്നാണ് ഈ ലൂസിഫറിനെയൊക്കെ അടിച്ച് താഴോട്ടിറക്കിയ മനുഷ്യൻ്റെ റെലത്തിൻ്റെ മേളിലാണ് അവൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ദ റെലം ഓഫ് സ്പിരിറ്റ് അവിടെയാണ് നിൽക്കുന്നത്. അതായത് അവനെ അവിടുന്ന് മധ്യാകാശത്തിലോട്ട് അടിച്ചിറക്കിയെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അങ്ങോട്ടേക്ക് അടിച്ചിറക്കിയിരിക്കുന്നത്. അവൻ അവിടെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ദൂതൻ അവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദ റെലം ഓഫ് സെലസ്റ്റിയൽ ബീയിങ്സിൻ്റെ അവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്ത് വരും. അവിടുന്ന് ആക്ടിവേറ്റ് ചെയ്ത് ദൂതൻ വന്നിട്ടാണ് നമുക്ക് റിലീസ് ചെയ്ത് തരുന്നത്, നമ്മളെ ജയാളിയാക്കുന്നത്. ഓൾറെഡി നമുക്കെല്ലാം ആത്മീയ മണ്ഡലത്തിൽ ദൈവം തന്നിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. അതുകൊണ്ട് വി ആർ ചാമ്പ്യൻസ്. അത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന് തോറ്റ വ്യക്തിയാണ്. ഓൾറെഡി ഹി ഹാസ് ഫെയിൽഡ്. അവന് പുലിക്ക് പല്ലില്ലാത്ത പുലി പോലെയാണ്, അങ്ങനെ പറയാം. കടിച്ചു കീറാനുള്ള പല്ലൊന്നുമില്ല, പുലി പോലെയാണ്. എന്നാൽ തല അങ്ങോട്ട് വെച്ചു കൊടുത്താലേ കടിച്ചോണ്ട് പൊക്കോളും, പേടിക്കണ്ട. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തല അങ്ങോട്ട് കൊണ്ട് ചെന്നാ നീ രുചി കൊണ്ടു നോക്കിക്കേ എന്ന് പറയുന്ന ഒരു അനുഭവം അതല്ല വരേണ്ടത്. നമ്മൾ ജയാളിയാണ്. നമ്മൾ ഈ സ്ട്രഗിള് നമുക്കുണ്ടാവും, ശരിയാണ്. ഈ യുദ്ധം ചെയ്യുമ്പോൾ സ്ട്രഗിളുണ്ട്. എന്നാൽ അതിന് വേണ്ട എല്ലാ കോപ്പുകളും എല്ലാ ആർമേഴ്സും നമുക്ക് തന്നെ ദൈവം നമ്മളെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. വെൻ ജസ്റ്റ് യു പ്രേ there is an activity in heaven. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്. നിങ്ങളുടെ ക്ലെയിം ചെയ്യാൻ, നിങ്ങളുടെ ആത്മാവിലുള്ള സാധനം നിങ്ങളിലേക്ക് അയക്കാനായിട്ട്. സ്തോത്രം. എല്ലാ സാധനവും അവിടെ ഇട്ടിട്ടുണ്ട് ദൈവം. ഈ ഫിസിക്കൽ തലത്തിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും ആ സ്പിരിച്വൽ തലത്തിലുണ്ട്. ദൈവം അത് നിങ്ങൾക്ക് തരും. സ്തോത്രം. അവിടെ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. പ്രെയർ ഓഫ് ഡെലിവറൻസ്. ഇന്ന് കെട്ടപ്പെട്ടിരിക്കുന്ന പലതും ഇന്ന് റിലീസ് ചെയ്യപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ ജീവിതങ്ങളിലെ ഈ കെട്ടപ്പെട്ടിരിക്കുന്ന പല സാധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് വരട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തി ഇന്ന് ഇവിടെ എല്ലാം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ ദൂതന്മാരെ അയച്ച് കർത്താവെ നീ റിലീസ് ചെയ്യുന്ന ദൈവമായിട്ട്. സ്തോത്രം, സ്തോത്രം. ഈ അറിവ് തന്നെ കർത്താവെ ഞങ്ങൾക്ക് ഒരു വലിയ സ്വാതന്ത്ര്യം തരികയാണ്. Know the truth, you will be free. സത്യം അറിയുമ്പോഴാണ് സത്യം സ്വതന്ത്രരാക്കുന്നത്. സത്യമുണ്ടായാൽ സ്വാതന്ത്ര്യമില്ല. സത്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ്, അറിയുമ്പോഴാണ് അത് സ്വാതന്ത്ര്യം തരുന്നത്. അതുകൊണ്ട് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് കർത്താവെ, ഫിസിക്കൽ തിങ്സ് ആയാലും കർത്താവെ, അതിനെക്കുറിച്ചുള്ള എവിഡൻസ് ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. സ്തോത്രം, സ്തോത്രം. ആ എവിഡൻസ് ഞങ്ങളുടെ മുമ്പിൽ എഴുതി തന്നിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളത് അക്വയർ ചെയ്യണം. അത് അക്വയർ ചെയ്യാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ, ഏതൊക്കെ ശക്തികളുണ്ടോ ഓരോ വ്യക്തികൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലെ
ആ ശക്തികളെയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ചുകൊണ്ട് അത് ഞങ്ങളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ ബ്ലെസ്സിങ്സും, സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്സ് കർത്താവ് ഈ ഭൗതിക മണ്ഡലത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഡെലിവറൻസ് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വലിയൊരു ഒരു മിസ്റ്ററി പോലെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണിത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം വരുന്നതെന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മളെ സഹായിക്കുന്നതെന്ന്, ഇതും പലർക്കും അറിയാൻ വയ്യാത്ത കാര്യം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് പലർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് കാണുന്ന ഈ 2 എപ്പിസോഡ് കഴിഞ്ഞ ക്ലെയിം വാട്ട് ഈസ് ദെയർ ഇൻ യുവർ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവിലുള്ളത് എങ്ങനെ ക്ലെയിം ചെയ്യുന്നുവെന്ന്, ഇത് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് വലിയൊരു റിലീസ് വിടുതലുണ്ടാവും. ഇത് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തരിക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.